അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരീഅത്ത് പോലെ തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട മഹത്തായ ഒരു മേഖലയാണ് പരിശുദ്ധമായ ത്വരീഖത്ത്. ഏത് കാലത്തെ പോലെ തന്നെയും തെറ്റായ തരീഖത്തും അതിൻ്റെ അഹിലുകാരും ഓരോ കാലഘട്ടത്തിലും ഉണ്ട്. അതിനെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നത് പണ്ഡിത ധർമ്മമാണ്. എന്നാൽ അതോടൊപ്പം യഥാർത്ഥ തരീഖത്തിൻ്റെ ബോധവും ലക്ഷ്യവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ചിലരുടെ തരീഖത്ത് സമഗ്ര പഠനമൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ തരീഖത്തെന്ന് പറയുന്നൊരു സംഭവം തന്നെ ഇല്ല എന്ന് തോന്നിപ്പോകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾ അത് വായിക്കുമ്പോൾ തരീഖത്തില്ലാതെ തന്നെ ഈമാൻ പൂർണ്ണമാകും എന്ന് വരെ മനസ്സിലാവും. ആ രൂപത്തിലാണ് പലരും തൻ്റെ കൃതികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, പലരും തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞും വെക്കുന്നത്. അപ്പോൾ വിശുദ്ധമായ തരീഖത്തിൻ്റെ പ്രചരണം അനിവാര്യമാണ്. ആ ഒരു മേഖലയിലേക്കാണ് വന്യരായ ഹാഫിദ് ഉസ്താദിൻ്റെ ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ അഹ്സനി ഉസ്താദും ഞങ്ങളുമൊക്കെ ഉള്ളത്. തരീഖത്തു പ്രചരണം ആവശ്യമാണ്, അനിവാര്യമാണ്. തരീഖത്തില്ലാതെ ഒരു ദീനില്ല. ഈ വിശുദ്ധമായ തരീഖത്തിലൂടെ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം അത് ഇൽമുൽ ബാത്തിനാണ്, ആന്തരിക ജ്ഞാനം. ആന്തരിക ജ്ഞാനമാണ് അതിലൂടെ നേടാൻ സാധിക്കുന്നത്. ഇൽമു തൗഹീദിൻ്റെ മുഖ്യ ഘടകമായ ഇൽമുൽ ബാത്തിനിലേക്ക് കടന്ന ഒരു മുരീദിനെ, ആ മുരീദിനെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി സൂഫിയാക്കൾ ചില പ്രയോഗങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ഒന്ന് രണ്ട് ആ പ്രയോഗങ്ങൾ ഞാൻ പറയാം. സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഞാൻ എൻ്റെ പേനയുടെ കടി ഞാൻ പിടിച്ചുകൊള്ളട്ടെ. ഇവിടെ ഒരു രഹസ്യമുണ്ട്, അത് നേരിട്ടല്ലാതെ പറയാൻ സാധ്യമല്ല. ഞാൻ ഇവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിക്കൊള്ളട്ടെ, ഇതെനിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ധാരാളം സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. അത് അതിലേക്ക് പ്രവേശിച്ച ഒരു മുരീദിനെ അതിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ചില പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ഈ ത്വരീഖത്തിൻ്റെ മാർഗം അത് പ്രചരിപ്പിക്കുക എന്നത് പണ്ഡിത ധർമ്മമാണ് എന്ന് മനസ്സിലാക്കി ആ ത്വരീഖത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ എല്ലാവരും ശ്രമിക്കണം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.